നിലവിൽ പൗരത്വമുള്ളവരെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. എന്തിനാണ് പൗരത്വ നിയമ ഭേദഗതി എന്നത്? പൗരത്വ നിയമ ഭേദഗതി വരുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരസ്യമായി പറഞ്ഞിരുന്നു. അദ്ദേഹം പാർലമെന്റിൽ തന്നെ നിരവധി തവണ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ആദ്യം പൗരത്വ ഭേദഗതി ബിൽ പാസാക്കും, അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ അഭയാർത്ഥികൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. പക്ഷേ അത് പറച്ചിൽ മാത്രമാണ്. മുസ്ലിമിനെ അതിൽ ഫലത്തിൽ ഒഴിവാക്കി നിർത്തി. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം NRC തയ്യാറാക്കും, ഈ പറഞ്ഞ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കും. എന്നിട്ട് നയം വ്യക്തമാക്കുകയാണ്, ഞങ്ങളുടെ പറഞ്ഞ വാചകം, ഞങ്ങളുടെ മാതൃരാജ്യത്തു നിന്ന് എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി നാടുകടത്തും. ഉദ്ദേശം വ്യക്തമാണ്. അവിടെ നിർത്തുന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞ ദേശീയ പൗരത്വ രജിസ്റ്റർ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കും. ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ല. ആരെയാണ് അദ്ദേഹം ഉന്നം വെക്കുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തതയുള്ള കാര്യമാണ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രതികരണം നാം ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിൻ്റെ പ്രതികരണം, കേരളത്തിൻ്റെ പ്രത്യേകത എന്താ? ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാട്. ആ നാടിന് ഈ നിലപാടിനോട് ഒരു തരത്തിലും യോജിക്കാനായില്ല. ഇത് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ തോണ്ടുന്ന നിലപാടായിരുന്നു. ഈ പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായ കാര്യമാണ്. അതുകൊണ്ടാണ് അർത്ഥശങ്കക്കിടയില്ലാതെ കേരളം ഉറക്കെ പ്രഖ്യാപിച്ചത് പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്റ്റർ, ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ഇതൊന്നും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് പ്രഖ്യാപിച്ചത്. അത്തരമൊരു പ്രഖ്യാപനം നടത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. ആ പ്രഖ്യാപനം നടത്തുക മാത്രമല്ല, അതിനെ തുടർന്ന് നാം ഇവിടെ സ്വീകരിച്ച നടപടികളുണ്ട്. നാം അതിൽ പ്രധാനമായി കണ്ടത്, ഇതുപോലുള്ള കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നതാണ്. അതിൻ്റെ ഭാഗമായി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭത്തിനാണ് നാം മുൻകൈയെടുത്തത്. ഇവിടെയാണ് അതിൽ ആദ്യം അരങ്ങേറിയത്. പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നാടിൻ്റെ എല്ലാ ഭാഗവും ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധ കൂട്ടായ്മ. അതിൽ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും അന്നത്തെ പ്രതിപക്ഷ നേതാവും പങ്കെടുത്തു. അതിൻ്റെ തുടർച്ചയായി കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഭരണഘടനാ സംരക്ഷണ യോഗങ്ങൾ നടന്നു. ഇവിടെ RSS അജണ്ട നടപ്പാക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് നാം ഇതിലൂടെ നടത്തിയത്. തുടർന്ന് സർവകക്ഷി യോഗം ചേർന്നു. എല്ലാവർക്കും ഒരേ നിലപാട്. അതിൻ്റെ തുടർച്ചയായി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു. അതിനകത്ത് ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം, ആ പ്രമേയം ഏകണ്ഠമായി നിയമസഭ പാസാക്കി. രാജ്യത്ത് അത്തരമൊരു പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരള നിയമസഭ ആയിരുന്നു. ഇവിടെയും നാം നിർത്തിയില്ല. രാജ്യത്ത് BJP ഇതര മുഖ്യമന്ത്രിമാരുണ്ട്. ആ മുഖ്യമന്ത്രിമാർക്കെല്ലാം കേരള മുഖ്യമന്ത്രി എന്ന നിലക്ക് കത്തെഴുതി ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം സൂചിപ്പിച്ചുകൊണ്ടും ഇതിൽ പ്രതിഷേധിക്കേണ്ട ആവശ്യകത ഊന്നിക്കൊണ്ടും
ഇതിനെതിരെ അണിനിരക്കേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടുമുള്ള കത്ത് എല്ലാ BJP ഇതര മുഖ്യമന്ത്രിമാർക്കും അയച്ചു. അവിടെയും നാം നിർത്തിയില്ല. ഇതൊരു നിയമമായതുകൊണ്ട്, അത് ഭരണഘടനയ്ക്കെതിരായി കൊണ്ടുവന്നൊരു നിയമമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള സ്യൂട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപാകെ കേരള സർക്കാർ കൊണ്ടുപോയി. ആ കേസിൻ്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ചട്ടങ്ങൾ വന്നത് എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നിങ്ങളിൽ പലരും മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവും. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഇതിനെതിരെ LDF സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങല, അതും രാജ്യത്തെ ഒരു മഹാസംഭവമായിരുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി നിരവധി പരിപാടികൾ നാം സംഘടിപ്പിക്കാൻ തയ്യാറായത്? ഇതൊരു കേവലമായൊരു നിയമം മാത്രമല്ല. ഈ നിയമ ഭേദഗതിയിലൂടെ ആശങ്കയിൽ കഴിയുന്ന, ഭീതിയിൽ കഴിയുന്ന, ഉത്കണ്ഠയിൽ കഴിയുന്ന, ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ? തലമുറകളായി ഞങ്ങൾ ഈ മണ്ണിലാണ്, ഈ മണ്ണിൻ്റെ സന്തതികളാണ്. പക്ഷേ ഈ മണ്ണ് ഞങ്ങൾക്ക് അന്യമാകുമോ? ഞങ്ങൾക്കിവിടെ തുടർന്ന് ജീവിക്കാൻ കഴിയുമോ? ഈയൊരു ഭീതിയിൽ കഴിയുന്ന ജനലക്ഷങ്ങളല്ല, ജനകോടികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആ ജനകോടികളോട് നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകലായിരുന്നു ഈ ഓരോ പരിപാടിയിലൂടെയും നാം ഉദ്ദേശിച്ചത്. ഇവിടെ ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു കാര്യവും കൂടി ഇതിനെ ചേർത്ത് പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടയില്ലാത്ത നിലപാടാണ് ഇടതുപക്ഷം ദേശീയ തലത്തിൽ സ്വീകരിച്ചത്. കേരളത്തിലെ LDF നല്ല രീതിയിലുള്ള പങ്കാണ് ഈ കാര്യത്തിൽ നിർവഹിച്ചത് എന്ന് എല്ലാവരും സമ്മതിക്കും. എന്നാൽ അത് തന്നെ എല്ലാവർക്കും അവകാശപ്പെടാൻ പറ്റുമോ കേരളത്തിൽ? ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എല്ലാ പരിപാടികളിലും ആദ്യഘട്ടത്തിൽ സഹകരിച്ചു. പ്രതിഷേധ കൂട്ടായ്മ ഒന്നിച്ചാണ്. നിയമസഭയിൽ അതിനെതിരെ പ്രമേയം ഒന്നിച്ചാണ് പാസാക്കിയത്. എല്ലാം ഒരേ മനസ്സോടെയാണ് നടന്നത്. പക്ഷേ പിന്നീട് നാം കേട്ടതെന്ന് പറഞ്ഞാൽ കേൾക്കേണ്ടി വന്നത് നമ്മുടെ അനുഭവം. അതിനെല്ലാം ശേഷം കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആ നിയമസഭാ പ്രമേയത്തെ പരിഹസിക്കുന്നതായി കണ്ടു. ഇവിടെ ഒരു പ്രമേയം പാസാക്കിയതിൻ്റെ മേലെ മേനി നടിച്ച് നടക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. നിയമസഭ പ്രമേയം പാസാക്കിയത് കൊണ്ട് കേന്ദ്ര നിയമം ഇല്ലാതാകുമോ? എന്തൊരു അവസ്ഥയാണെന്ന് നോക്കണം. എങ്ങനെയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് അതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിൻ്റെ ഈ കേരളത്തിലെ ഒരു അമരക്കാരന് അങ്ങനെയൊരു വാചകം പറയാൻ കഴിഞ്ഞത്? ഒരു നിയമം ജനവിരുദ്ധമായാൽ ആ ജനശക്തി അതിനെതിരെ ഉണർത്തുന്നതിനു വേണ്ടി സ്വീകരിക്കുന്ന നടപടികളെ തള്ളിപ്പറയലല്ലേ അത്? ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നാം കണ്ടിട്ടുണ്ട്. ചരിത്രം, നമ്മുടെ രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ ചരിത്രമെടുത്താൽ ഏതെല്ലാം കിരാതമായ നിയമങ്ങൾ ജനങ്ങളുടെ കരുത്തിൻ്റെ ഭാഗമായി റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ. എന്തിനാണ് അദ്ദേഹം അത്തരമൊരു നിലപാടെടുത്തത്? മാത്രമല്ല, ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാടെടുത്തു. യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാടെടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു സംശയം വന്നേക്കാം. അതായത് ആ യോജിപ്പിന് മുൻകൈയെടുത്ത ഞങ്ങളുടെ ഭാഗത്തു നിന്ന് യോജിപ്പിന് പറ്റാത്ത എന്തെങ്കിലും നടപടികളുണ്ടായോ? ഒരു പരാതിയും
ഇവർക്ക് ഇതേവരെ പറയാനുണ്ടായിട്ടില്ല. ഇവരുമായിട്ട് യോജിക്കാൻ പറ്റില്ല, ഇവര് യോജിപ്പിന് പറ്റാത്ത നിലപാടാണ് എടുത്തത് എന്ന ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ കാര്യം? കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണല്ലോ. രാജ്യത്ത് ഇതിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് വലിയ തോതിൽ പങ്കെടുത്തത് ഈ കേരളത്തിലാണ്. അപ്പോൾ ദേശീയ പാർട്ടിയായ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനോട് നിങ്ങൾ ചെയ്ത നടപടി ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. ഇതൊരു അനുമാനം മാത്രമാണ് കേട്ടോ. അങ്ങനെയൊരു നിർദ്ദേശം കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ടാകാം അവര് പിൻവാങ്ങാൻ തയ്യാറായത്. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കം പങ്കെടുത്തതല്ലേ, പരസ്യമായ പരിപാടിയിലല്ലേ പങ്കെടുക്കുന്നത്. നിയമസഭയില് എല്ലാ കക്ഷി നേതാക്കളും കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം നിയമസഭക്കകത്തുണ്ടല്ലോ. അവരെല്ലാം ഒന്നിച്ചാണല്ലോ ഈ കാര്യത്തിൽ ഞങ്ങൾ നീങ്ങുന്നത്. ഏകണ്ഠമായല്ലേ പ്രമേയം അംഗീകരിക്കുന്നത്. അതിനെല്ലാം ശേഷം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കണമെങ്കിൽ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലുണ്ടായിട്ടുണ്ടാകാം. അതാകാം അവര് പിൻവലിക്കുന്നതിന് ഇടയായത് എന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംശയം വരുന്നത്? ഈ പരിപാടിയിൽ പങ്കെടുത്ത ചില കോൺഗ്രസുകാർക്കെതിരെ ആ സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായി. ദേശീയ തലത്തിലെ കോൺഗ്രസിന്റെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു ഇക്കാര്യത്തിൽ? ഇപ്പോ പാർലമെന്റിൽ ഇത് പാസ്സാകുന്നത് ഡിസംബർ 2-ാം വാരത്തിലാണ്. അവിടെ ആ നിയമ ഭേദഗതി പാസ്സായ ഉടനെ രാജ്യം ദർശിച്ചത് കനത്ത പ്രതിഷേധമാണ്. രാജ്യമാകെ പ്രതിഷേധം. അതിൽ ഡിസംബർ 10, 1919 ഡിസംബർ 10 പ്രത്യേകം ഓർക്കേണ്ട ദിനമാണ്. രാജ്യമാകെ തെരുവിലിറങ്ങുകയായിരുന്നു. എല്ലാവരും പ്രതിഷേധത്തിലായിരുന്നു. ആ പ്രതിഷേധത്തിൽ കോൺഗ്രസിന്റെ വലിയ സാന്നിധ്യമുണ്ടായില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് അന്ന് ജയിച്ചുപോയ പാർലമെന്റ് അംഗങ്ങൾ വലിയ കൂട്ടമാണല്ലോ കോൺഗ്രസിനുള്ളത്. ഒരാളും ഈ പറയുന്ന ഒരു പ്രതിഷേധ പരിപാടിയിലും പങ്കുകൊണ്ടതായി ആരും കണ്ടില്ല. പക്ഷെ അവർക്ക് സമയമുണ്ടായി. അതേ ദിവസം വൈകുന്നേരം അവരുടെ അധ്യക്ഷയുടെ വീട്ടിൽ ഒരുക്കിയ വിരുന്നിന് പോകാനും ആ വിരുന്നുണ്ണാനും അവർക്ക് സമയമുണ്ടായി. ഇതാണ് കോൺഗ്രസ് സ്വീകരിച്ച അവസ്ഥ എന്ന് നാം ഓർക്കണം. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അവരും അംഗീകരിക്കുന്നതാണ്, പുറത്തുള്ളവരും അംഗീകരിക്കുന്നതാണ്, രാഹുൽ ഗാന്ധി. ആ സമയത്ത് ഇന്ത്യയിലില്ല, അദ്ദേഹം വിദേശത്തായിരുന്നു. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ജനകീയ പരിപാടിയിൽ, ജനങ്ങളുടെ പ്രതിഷേധത്തിൽ അതിന്റെ ഭാഗമായി അണിനിരക്കാൻ ആരെങ്കിലും തയ്യാറായോ? എന്നാൽ ഡൽഹിയിലെ ഇതിനെതിരെ വലിയ പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭത്തിൽ ഒട്ടേറെ ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് ഇടതുപക്ഷ നേതാക്കളായിരുന്നു പലരും. ആ അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI-യുടെ ജനറൽ സെക്രട്ടറി D. രാജ, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, ഇങ്ങനെ ഒരു വലിയ നിര. എവിടെയെങ്കിലും കോൺഗ്രസിന്റെ ആരെയെങ്കിലും കാണാൻ കഴിഞ്ഞോ? എന്തേ ആരും അതിലെ ഉണ്ടാകാതിരുന്നത്? ഇപ്പോ ലോക്സഭയില് അന്നത്തെ അവസ്ഥ, കേരളത്തിൽ നിന്ന് ഒരു ഇടതുപക്ഷ MP മാത്രമേ ഉള്ളൂ, ആലപ്പുഴയിലുള്ള ആരിഫ്. ലോക്സഭയുടെ അവസ്ഥ, ആ ലോക്സഭയില് ഈ നിയമ ഭേദഗതിക്കെതിരെ ആകാവുന്നത്ര ഉച്ചത്തിൽ ആരിഫിന്റെ ശബ്ദമുയർന്നു. എന്തായിരുന്നു കോൺഗ്രസിന്റെ നില?
നമ്മുടെ നാട്ടിൽ നിന്ന് തുരിതരാ ജയിച്ചു പോയ കോൺഗ്രസ് എംപിമാരുണ്ടല്ലോ, അവരടക്കമുള്ളവര് സാങ്കേതികമായൊന്ന് പ്രതിഷേധിച്ചു എന്ന് വരുത്തി പിന്നെ ഒരു മൂലക്ക് പോയിരുന്നു, മൂലക്ക് പോയി ഒളിച്ചു എന്ന് പറയാ. അതായിരുന്നു അവസ്ഥ. ഇതെല്ലാം രാജ്യം കണ്ടതല്ലേ. രാജ്യസഭ ഇടതുപക്ഷം ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തി. എളമരം കരീമും ബിനോയ് വിശ്വവും കെ രാഗേഷും എല്ലാം ഉള്ളവര് നല്ല രീതിയിൽ ആ നിയമ ഭേദഗതിക്കെതിരെ ഇടപെട്ടു. ഒരുപാട് ഭേദഗതികൾ സമർപ്പിച്ചു. ആ ബില്ലിനെതിരെ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു. ഇതെല്ലാം ഇടതുപക്ഷം മാത്രമാണ് ചെയ്തത് എന്ന് നാം ഓർക്കണം. 2020 ജനുവരി ഡൽഹിയിലെ പ്രക്ഷോഭം കനത്തു. ആ പ്രക്ഷോഭത്തിലും കോൺഗ്രസ്സുകാരെ അധികം കാണാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഇവിടെ നിന്നുള്ള എംപിമാരുടെ സാന്നിധ്യം എവിടെയും കണ്ടില്ല. ആ ഘട്ടത്തിൽ നിങ്ങളാര് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ? അങ്ങനെ സംഘടിപ്പിച്ചാൽ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല എന്ന രീതിയിൽ സംഘപരിവാർ ഇടപെട്ടു. ഓർമ്മയില്ലേ? വടക്ക് കിഴക്കൻ ഡൽഹിയിൽ കലാപം, മരിച്ചു വീണത് 53 പേർ, കൊല ചെയ്യപ്പെട്ടു. 53 പേർ ആ കലാപത്തിൽ കൊല ചെയ്യപ്പെട്ടു. നിരവധി പേരെ കാണാതായി. നൂറുകണക്കിന് ആളുകൾക്ക് പരിക്ക്. അനവധി മുസ്ലിം കുടുംബങ്ങൾക്ക് വീട് ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു. മുസ്ലിം വീടുകള്, കടകള്, സ്ഥാപനങ്ങള്, ആരാധനാലയങ്ങൾ എല്ലാം ആക്രമിക്കപ്പെട്ടു. നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന നിയമഭേദഗതിക്കെതിരെ സമരം നടന്നപ്പോ ആ സമരങ്ങൾക്കെതിരെ സംഘപരിവാർ ആക്രമണങ്ങൾക്ക് പുറപ്പെട്ടു. ആ ആക്രമികൾക്ക് എല്ലാ പരിരക്ഷയും കേന്ദ്ര സർക്കാരിന്റെ മൗനാനുവാദം ആ ആക്രമണത്തിന്. ആ കാര്യത്തിൽ ഇടപെട്ടതും ഇടതുപക്ഷ എംപിമാർ മാത്രം. ഇരകൾക്ക് സുരക്ഷയും സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണവും വേണം എന്ന് ഇടതുപക്ഷ നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും ആവശ്യപ്പെട്ടു. ഇവിടെ ആ ഘട്ടത്തിലുള്ള ഒരു പേര് നാം ഓർക്കുന്നത് നല്ലതാണ്. ജാമിയ മിലിയ സർവകലാശാല. ഈ നിയമഭേദഗതിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കാരണത്താൽ വിദ്യാർത്ഥി വേട്ടയാണ് അവിടെ പോലീസ് നടത്തിയത്. അതിന്റെ കാര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഷാഹിൻ ബാഗിൽ സമരം നടന്നു. ആ സമരത്തിനെതിരെ സാമൂഹ്യ വിരുദ്ധർ പോലീസിന്റെ മൗനാനുവാദത്തോടെ ആക്രമണം സംഘടിപ്പിച്ചു. അവിടെ ഓടിയെത്തിയതും ഇടതുപക്ഷ നേതാക്കൾ തന്നെയാണ്. ഇതിലെല്ലാം കോൺഗ്രസ് കുറ്റകരമായ മൗനമാണ് പാലിച്ചത്. അവിടെയാണ് ഒരു കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ കൃത്യമായി കലാപത്തിന് ആഹ്വാനം, ഇവരെ വെടിവെച്ചു കൊല്ലൂ, അതായിരുന്നു ഒരു കേന്ദ്രമന്ത്രിയുടെ നാക്കിലൂടെ പുറത്തു വന്നത്. ആ കേന്ദ്രമന്ത്രിക്കെതിരെ കോടതിയെ സമീപിച്ചത് ബൃന്ദാ കാരാട്ടും ഡൽഹിയിലെ CPIM സെക്രട്ടറിയുമായിരുന്നു. ഡൽഹി കലാപം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഇരകൾക്കെതിരെയുള്ള നടപടിയായിരുന്നു. അകാരണമായി ഇരകളെ അറസ്റ്റ് ചെയ്യുന്ന നടപടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു. വലിയ കുറ്റപത്രങ്ങൾ. ആ കുറ്റപത്രത്തിൽ ഇടതുപക്ഷ നേതാക്കളുടെ പേര്, CPM ജനറൽ സെക്രട്ടറി സീതാറാമിന്റെ പേര് ആ കുറ്റപത്രത്തിൽ. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പേര് ഇതാ കോൺഗ്രസുകാരൻ എന്ന് പറഞ്ഞ് കാണിക്കാൻ കോൺഗ്രസിന് കഴിയോ? എന്തേ അവരെ ആരെയും ഈ പട്ടികയിൽ കാണാതിരുന്നത്? പോട്ടെ, കുറച്ച് വർഷമായല്ലോ. 2019 2019 2020 ആദ്യം ഉണ്ടായ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് 24
ഇപ്പൊ ചട്ടം വന്നല്ലോ. ചട്ടം വന്നപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്താ? കോൺഗ്രസ് പാർട്ടിക്ക് ഇതേ ദിവസം വരെ ഔദ്യോഗികമായി പ്രതികരണമുണ്ടോ? എന്താണ് ഇതുപോലൊരു പ്രശ്നത്തിൽ പ്രതികരിക്കാൻ വിഷമം? എന്തുകൊണ്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല? കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അത് സൂചിപ്പിച്ചു. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് ഈ ചട്ടഭേദഗതി വന്നേ അന്നല്ല. അന്നായാലും മറുപടി പറയാൻ വിഷമമില്ലാത്തൊരു പ്രശ്നമാണിത്. പക്ഷെ അന്നല്ല, ദിവസങ്ങൾ കഴിഞ്ഞാണ്. എന്താണ് കോൺഗ്രസിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ? അപ്പോ ആലോചിച്ച് പറയാൻ വൈകുന്നേരമാണ്, അന്ന് രാത്രി ആലോചിച്ചിട്ട് പിറ്റേ ദിവസം പറയാൻ. ഇതേവരെ പറഞ്ഞോ? അപ്പോ അടുത്ത് നിൽക്കുകയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റിന്റെ അടുത്ത്. സംഘടനാ ജനറൽ സെക്രട്ടറി അപ്പോൾ ചിരിക്കുകയാണ്. ഖാർഗെയും ചിരിച്ചു. നിങ്ങൾക്ക് ചിരിക്കാം, ഈ രാജ്യത്തെ ജനകോടികളുടെ മനസ്സിൽ തീയാണെന്ന് നിങ്ങൾ ഓർക്കണം. ആ തീ തിന്ന് കഴിയുന്നവരെ നോക്കിയാണ് നിങ്ങൾ ചിരിച്ചത് എന്നത് നിങ്ങൾ ഓർക്കണം. ഇവിടെ രാഹുൽ ഗാന്ധി അദ്ദേഹം നല്ലൊരു യാത്ര നടത്തിയല്ലോ, ഭാരത് ജോഡോ ന്യായ് യാത്ര. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ സൂചന എവിടെയെങ്കിലും നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ? അതിനെതിരെ വിമർശനം വന്നു. സമാപിക്കുന്ന ഘട്ടത്തിലെങ്കിലും പറഞ്ഞോ? ഇപ്പോ ദിവസങ്ങൾ കുറെ കഴിഞ്ഞല്ലോ, ഇതേവരെ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടോ? എന്തുകൊണ്ടാണ് ഇത്തരമൊരവസ്ഥ? ഇതാണ് ഗൗരവമായി നാം കാണേണ്ടത്. ഇവിടെ ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഒരവ്യക്തതയുമില്ല. കേരളത്തിൽ LDF-നും കേരളത്തിലെ LDF സർക്കാരിനും ഈ കാര്യത്തിൽ ഒരു അവ്യക്തതയുമില്ല. ഈ പൗരത്വ നിയമ ഭേദഗതി മുസ്ലിമിനെ രണ്ടാം തരം പൗരരാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഇത് സംഘപരിവാറിന്റെ ഹിന്ദു രാഷ്ട്രവാദ സമീപനത്തിന്റെ ഭാഗമാണ്. അടുത്ത വർഷം 2025 RSS ജനിച്ചിട്ട് 100 വർഷം തികയുന്നു. അവരുടെ കടുത്ത വർഗീയ ലക്ഷ്യം പ്രാവർത്തികമാക്കലാണ് ഉദ്ദേശം. ഇത് നാം മറക്കരുത്. ഭരണഘടനയ്ക്ക് രൂപം നൽകിയപ്പോ അതിനെ നവംബർ 26-നാണ് 1949 നവംബർ 26-നാണ് ഭരണഘടനയ്ക്ക് രൂപം നൽകുന്നത്. നവംബർ 30-ന് തന്നെ അതിനെതിർത്തുകൊണ്ട് വന്നത് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറായിരുന്നു. അവര് പറഞ്ഞത് മനുസ്മൃതിയുടെ നിയമങ്ങൾ ഇതിലില്ല എന്നായിരുന്നു. നമ്മുടെ ഭരണഘടനാ പണ്ഡിതർക്ക് മനസ്സിലാകുന്നില്ല മനുസ്മൃതിയുടെ നിയമങ്ങൾ എന്ന വിമർശനമാണ് അവരതിൽ ഉന്നയിച്ചത്. സവർക്കർ പറഞ്ഞത് മനുസ്മൃതി തന്നെയാണ് ഹിന്ദു നിയമം എന്നായിരുന്നു. ദീൻദയാൽ ഉപാധ്യായ ഈ ഭരണഘടന പാശ്ചാത്യരെ അനുകരിച്ചുള്ള ഭരണഘടനയാണ്. ഭരണഘടന വ്യക്തികളും സമൂഹവും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച ഇന്ത്യൻ ധാരണകളിൽ നിന്ന് തീർത്തും വേർപിരിഞ്ഞുള്ളതാണ്. അപ്പോ സംഘപരിവാറിന്റെ കൃത്യമായ വർഗീയ ലക്ഷ്യമുണ്ട്. അതിലേക്കുള്ള പാലമാണ് ഈ പൗരത്വ നിയമ ഭേദഗതി. ഈ ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുണ്ട്. അതിലിപ്പോ മുസ്ലിങ്ങളുടെ പൗരാവകാശങ്ങൾ എടുത്തു കളയാനുള്ള നീക്കമാണ് വന്നിട്ടുള്ളത്. ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അടുത്ത നാളുകളിൽ ക്രൈസ്തവ സഭയുടെ സത്യദീപം എന്ന പ്രസിദ്ധീകരണം ഒരു മുഖപ്രസംഗം എഴുതുകയുണ്ടായി. അതിലവരാ മുഖലേഖനത്തിൽ പറഞ്ഞു, ഏകീകൃത സിവിൽ കോഡ് മുസ്ലിമിനെതിരെയുള്ള നീക്കം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിലെ നാനാത്വത്തെ നശിപ്പിക്കാനുള്ള നീക്കമാണ്. വിവിധ വിഭാഗങ്ങൾക്ക് കാലങ്ങളായി തുറന്നു വരുന്ന വ്യക്തി നിയമങ്ങളുണ്ട്.
അവയെല്ലാം ഇല്ലാതാക്കാൻ, വൈവിധ്യങ്ങൾ ഇല്ലാതാക്കാൻ ഉള്ളൊരു നീക്കമാണിത്. ഇത് മുസ്ലിമിനെതിരെയുള്ള നീക്കം മാത്രമല്ല, സ്വാഗതാർഹമായ ഒരു നിലപാടാണത്. ഇത് ഈ ഘട്ടത്തിൽ മുസ്ലിമിനെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നാളെ മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും തിരിയും. അവര് RSS നേരത്തെ തന്നെ ആഭ്യന്തര ശത്രുക്കളെ കൃത്യമായി വ്യവസ്ഥപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോ മുസ്ലിങ്ങളുടെ പൗരാവകാശങ്ങൾ എടുത്തു കളയാനുള്ള ടൂളുകൾ, അതാണ് പൗരത്വ നിയമ ഭേദഗതി, അതാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ, അതാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ. ഇത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ സംഘപരിവാറിന്റെ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള കനത്ത പോരാട്ടമാണ് രാജ്യത്ത് ഉയർന്നു വരുന്നത്. ആ പോരാട്ടത്തിൽ ഏർപ്പെടുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയവും സമീപനവും ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് മാത്രമാണ്, LDF-ന്റേത് മാത്രമാണ്. ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ LDF സർക്കാരുണ്ടാകും. ഒരു കാരണവശാലും മുട്ടുമടക്കില്ല, നിശബ്ദമാവുകയുമില്ല. ഇതാണ് ഈ ഘട്ടത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.